എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ഫസ്റ്റ് വരുന്നതും ഫുൾ കഥ കേട്ടിട്ടാണോ അത് അപ്രോച്ച് ചെയ്തതും? നമ്മളെപ്പോലുള്ള ആൾക്കാർ ഫുൾ കഥ കേട്ടിട്ടൊന്നും നമ്മളാരും മുഴുവൻ കഥയും പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യാറൊന്നുമില്ല. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയം നമ്മൾക്ക് പരിചയമുള്ള, അതായത് എനിക്ക് നമ്മളെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ഒരു പടമായിട്ട് വരുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരുപാട് സിനിമ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അത് സിനിമ പോലും ആവാതെ ഒക്കെ പോകുന്ന പല സിനിമകളും ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞ ചില സിനിമകൾ. ഇത് എന്നെ വിളിക്കുന്ന സുഹാസാണ്. സുഹാസ് പറിച്ചു ഇങ്ങനെ ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്യാരക്ടറാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫുൾ കഥയെ പറ്റിയൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ഫുൾ കഥ എന്താണ്, നമ്മുടെ ക്യാരക്ടർ എന്താണ്, അതിനെ പറ്റി മാത്രം നമ്മൾ നോക്കുന്നു. ആ കഥാപാത്രം നമ്മളെ കൊണ്ട് നമുക്ക് കുറച്ച് സീൻസ് ഉണ്ടോ, നമുക്കത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുണ്ടോ, പിന്നെ നമുക്ക് ഓക്കെ നല്ലതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലെങ്കിലും ഒരു പരിപാടി കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുന്നു, നമ്മൾ കമ്മിറ്റ് ചെയ്യും. അല്ല, കുരുക്കൊന്നും ഇല്ലാതെ തന്നെ പേയ്മെന്റ് കിട്ടി. അതുകൊണ്ട് കുരുക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ പോയതും വരുന്ന വണ്ടി എന്റെ വണ്ടി പോയ എന്റെ ടി ഒക്കെ തന്നു, എന്റെ പേയ്മെന്റ് ഒക്കെ തന്നു. ഒന്നും ഒരു കുരുക്കില്ലായിരുന്നു. സംഭവം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ. ജനം പ്രതീക്ഷിക്കുന്ന പോലെ വരണം, അതാണല്ലോ കാര്യം. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഭയങ്കരമായി പ്രതീക്ഷയുണ്ടെന്നും കാര്യമില്ല. ജനം പ്രതീക്ഷിക്കുന്ന പോലെ ഈ സിനിമ വരുമെന്നുണ്ടെങ്കിൽ, അതിന്റെ തലയെഴുത്ത് നല്ലതാണെങ്കിൽ 100% പടം വിജയിക്കും. ഓൾമോസ്റ്റ് ചെയ്ത പടങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു 50 കോടി കയറിയ പടങ്ങളാണ്. നല്ലൊരു പടം, നല്ലൊരു ഇതുമുണ്ട്, ഒരു ഭാഗ്യ നടനുമാണ്. അതൊന്നും ഇപ്പൊ അതൊക്കെ ഉണ്ടല്ലോ. ആ സമയങ്ങളിൽ കുറച്ച് പടങ്ങളിൽ നമ്മളും കൂടെ ഉണ്ട്. എന്റെ ഭാഗ്യമായിരുന്നു, അവരുടെ ഭാഗ്യമല്ല, എന്റെ ഭാഗ്യമായിരുന്നു. അത് ഈ ഭാഗ്യം എന്നുള്ളത് വന്നും പോയൊക്കെ ഇരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പം 200 കോടി കിട്ടിയ പടമായിരുന്നു 2018. അതിനകത്ത് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും 50 കോടി കടക്കുമെങ്കിൽ പിന്നെ കൊള്ളാമല്ലോ. എനിക്ക് എന്നെ വെച്ച് പടം ചെയ്താൽ പോരെ. അപ്പൊ അതൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇത് കറങ്ങി തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ്. ഇത് ഭാഗ്യമൊന്നും നിർഭാഗ്യമൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മൾ നല്ലത് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കും. നമ്മൾ 10-23 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതിന്റെ കാരണം എന്താണ്? നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് പ്രതീക്ഷിച്ച് പോകുന്നു. അപ്പൊ നമ്മൾ നല്ലത് പ്രതീക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ.